ദിവസവും കോടിക്കണക്കിന് ആളുകളാണ് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ട്രാഫിക്കിൽ കാത്തുകിടക്കുമ്പോഴും ദൂരയാത്രകളിലും കാറുകളിലെ ചാർജർ ഉപയോഗിച്ച് മൊബൈൽ ചാർജ് ചെയ്യുന്നത്. പലയിടത്തും കാറുകൾ കത്തിപ്പോയ വാർത്തകൾ പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കാണുമ്പോൾ നിരവധി ആളുകൾക്ക് ഇത്തരമൊരു ഇലക്ട്രിക് എക്സ്റ്റൻഷൻ കാറിനുള്ളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആശങ്കയുണ്ട്. പലപ്പോഴും ഇത്തരം ചാർജുകൾ ഉപയോഗിച്ചതുകൊണ്ടാകാം വാഹനം കത്തിപ്പോയതെന്നും ഉള്ള വാർത്തകൾ പ്രചരിക്കാറുണ്ട്. അതുകൊണ്ട് കാറിനുള്ളിൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ശരിക്കും കാറിനുള്ളിൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യുന്നത് അപകടകരമാണോ, അതോ ഇത് വെറും ഒരു ഭയം മാത്രമാണോ? ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് സത്യം എന്താണെന്നും ചാർജർ ഉപയോഗിക്കുമ്പോഴുള്ള റിസ്കും സുരക്ഷിത മാർഗങ്ങളും ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. വീഡിയോകളിലൂടെയും വാർത്തകളിലൂടെയും പലയിടങ്ങളിൽ കാർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കത്തി തുടങ്ങുകയും ചാരമായി മാറുകയും ചെയ്ത കാഴ്ചകൾ സത്യമാണ്. പക്ഷേ ഭൂരിപക്ഷം കേസുകളിലും ഫോൺ അല്ലെങ്കിൽ ചാർജർ കാരണം അല്ല അത് സംഭവിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് വയറുകൾ ചൂടായിട്ട് മോശമായ ബാറ്ററി പായ്ക്ക് കാരണമാണ് സാധാരണ തീപിടിക്കുന്നത്. വാഹനത്തിൽ ചെയ്യുന്ന അമിതമായ മോഡിഫിക്കേഷനുകളും ഷോർട്ട് സർക്യൂട്ടിലേക്ക് വഴിവെച്ചേക്കാം. എന്നാൽ കാറിൽ ചാർജർ ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അതിന് റിസ്ക്കും ഉണ്ട്. കൃത്യമായ അറിവുണ്ടെങ്കിൽ അപകടം ഒഴിവാക്കാം. അതിനായി അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള 4 സാഹചര്യങ്ങൾ നോക്കാം. 1. കാറുകളിൽ പൊതുവെ വെക്കുന്നത് 12 വോൾട്ട് സോക്കറ്റാണ്. ഒന്നിലധികം ഫോണുകൾ ഒരേ സമയം ചാർജ് ചെയ്യുന്ന ലോ ക്വാളിറ്റി അഡാപ്റ്ററുകൾ ഉപയോഗിച്ചാൽ അത് ഓവർലോഡ് ആകും. 2. കാറിലെ സോക്കറ്റിൽ പ്ലഗ് ചെയ്യുന്നത് വ്യത്യസ്ത അഡാപ്റ്റർ ആണല്ലോ. ഓൺലൈനിലൊക്കെ വില കുറച്ച് വാങ്ങാൻ കിട്ടും, പക്ഷേ ഇത്തരം ചീപ്പ് ചാർജറുകൾ വോൾട്ടേജ് നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല. ഫോണിലേക്ക് കൂടുതൽ പവർ കടത്തിവിടുകയും അതിനൊപ്പം കാറിന്റെ സർക്യൂട്ട് ചൂടാകുകയും ചെയ്യും. 3. വേനൽക്കാലത്തും എഞ്ചിൻ അമിതമായി ചൂടായിരിക്കുന്ന സമയത്തുമുള്ള ചാർജിങ് അപകടകരമാണ്. കാർ വിൻഡോ അടച്ചിരിക്കുമ്പോഴും കാറിനുള്ളിൽ അമിതമായ ചൂടുണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്താൽ കേബിൾ അല്ലെങ്കിൽ ഫോൺ അമിതമായി ചൂടാകാൻ സാധ്യതയുണ്ട്. 4. ഫോണിൽ ഉപയോഗിക്കുന്ന ചാർജറുകളുടെ അഡാപ്റ്റർ ലൂസ് ആണെങ്കിലോ വയറിന് ഡാമേജ് ഉണ്ടെങ്കിലോ സ്പാർക്ക് ഉണ്ടാകാനും ചെറിയ തീ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇനി അറിയാം. വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഓൾട്ടർനേറ്റിൽ നിന്ന് വൈദ്യുതി നേരിട്ട് ഒഴുകുന്ന സമയമാണിത്. ഈ സമയത്ത് ഫോൺ ചാർജ് ചെയ്യുന്നത് സേഫ് ആണ്. പക്ഷേ കാർ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്യാൻ നേരങ്ങളിട്ടാൽ അത് കാറിന്റെ ബാറ്ററിക്ക് കേടുവരുത്തും, പ്രത്യേകിച്ചും പഴയ വാഹനങ്ങളിൽ. അതുപോലെ എഞ്ചിൻ ഓൺ ആയിരിക്കുന്ന സമയത്ത് GPS ഉപയോഗിച്ച് മാപ്പ് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് ഫോൺ ചാർജ് ചെയ്താൽ ചാർജർ ചൂടാകാൻ സാധ്യതയുണ്ട്. കാറിൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഫോൺ അതിനൊപ്പം ഉപയോഗിക്കരുത്. കാറിനുള്ളിൽ ചാർജ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുമ്പോൾ അത് ഒറിജിനൽ ബ്രാൻഡിന്റെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. തേർഡ് പാർട്ടി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ അത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ പാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന കാറിൽ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോകരുത്. ചൂടുള്ള സമയങ്ങളിൽ ഫോണിന്റെ ചൂട് 45 ഡിഗ്രി അല്ലെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടായാൽ ഫോണിന്റെ ബാറ്ററി വീർക്കുകയും ലീക്ക് ആകുകയും തീ പിടിക്കുകയും വരെ ചെയ്യാം. നിങ്ങൾ കാറിനുള്ളിൽ ഉള്ളപ്പോഴും കാറിനുള്ളിൽ ചൂടില്ലെന്ന് ഉറപ്പുവരുത്തിയും വേണം ഫോൺ ചാർജ് ചെയ്യാൻ. കാറിൽ ചാർജർ ഉപയോഗിക്കുന്നത് ചില മാർഗങ്ങളിലൂടെ സുരക്ഷിതമാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സുരക്ഷിതമായി ഫോൺ കാറിനുള്ളിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന 7 ടിപ്പുകൾ എടുത്തു പറയുന്നു. 1. ഫോൺ ബ്രാൻഡ് നിർദ്ദേശിക്കുന്ന ചാർജർ അല്ലെങ്കിൽ അഡാപ്റ്റർ മാത്രമേ കാറിനുള്ളിൽ ചാർജിങ്ങിന് ഉപയോഗിക്കാവൂ. 2. കാർ സോക്കറ്റും ചാർജറും അമിതമായി ചൂടാകുന്നില്ലെന്ന് ഇടയ്ക്ക് പരിശോധിച്ച് ഉറപ്പിക്കുക. 3. കാറിന്റെ എഞ്ചിൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യരുത്. 4. ഗെയിമിംഗ്, GPS പോലുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ ഉപയോഗിക്കരുത്. 5. ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറുകൾക്ക് പഴക്കം ഉണ്ടാവുകയോ ലൂസ് ആകുകയോ കീറൽ ഉണ്ടാകുകയോ ചെയ്താൽ അത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കാതെ മാറ്റി പുതിയത് വാങ്ങുക. 6. ഒന്നിലധികം ഡിവൈസുകൾ ഒരേ സമയം ചാർജ് ചെയ്ത് ഓവർലോഡ് ആകരുത്. 7. വേനൽക്കാലങ്ങളിൽ വിൻഡോ തുറന്നിട്ട് അല്ലെങ്കിൽ AC ഉപയോഗിച്ച് തണുപ്പിച്ച അന്തരീക്ഷത്തിൽ മാത്രമേ ചാർജ് ചെയ്യാവൂ. കാറുകൾ തീ പിടിക്കുന്നത് സത്യമാണ്, പക്ഷേ എല്ലാം ഫോൺ ചാർജ് ചെയ്തത് കാരണം അല്ല. പക്ഷേ ഫോൺ ചാർജ് ചെയ്യുന്നതിലെ അറിവില്ലായ്മയും ശ്രദ്ധയില്ലായ്മയും അപകടം വിളിച്ചു വരുത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരിയായ നിലവാരമുള്ള ചാർജർ അഡാപ്റ്റർ മാത്രം ഉപയോഗിക്കുക. അന്തരീക്ഷം തണുപ്പ് ആണെന്ന് ഉറപ്പുവരുത്തുക. ചാർജറോ മറ്റോ ചൂടാകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുക. നിങ്ങൾക്ക് സുരക്ഷിതമായി ദൂരയാത്രകളിലും മറ്റും കാറിനുള്ളിൽ ഫോൺ ചാർജ് ചെയ്യുവാൻ കഴിയും.